യമൻ സൊമാലിയ തീരങ്ങളിൽ വെച്ച് 2 ചരക്ക് കപ്പലുകൾ കടൽ കൊള്ളക്കാർ റാഞ്ചി. കപ്പലിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ ജീവനക്കാരെ കൊള്ളക്കാർ ബന്ദികളാക്കിയിട്ടുണ്ട്. ഇതിലൊരു കപ്പലിൽ തുർക്കി സൈന്യത്തിനായുള്ള ആയുധങ്ങളും വിവരസാങ്കേതിക ഉപകരണങ്ങളുമാണ് ഉണ്ടായിരുന്നത്. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവും മാരിടൈം ഏജൻസികളും അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ബന്ദികളാക്കപ്പെട്ട ജീവനക്കാർ നിലവിൽ സുരക്ഷിതരാണെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അറിയിച്ചു. എറിത്രിയൻ പതാകയുള്ള ഈ കപ്പൽ യമൻ തീരത്തു നിന്നും 30 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഏദൻ ഉൾക്കടലിൽ നിന്നുള്ള 6 കൊള്ളസംഘം പിടിച്ചെടുത്തത്. ആകെ 20 ജീവനക്കാരുള്ള കപ്പലിൽ 16 പേർ ഇന്ത്യക്കാരാണ്. കാമറൂൺ പതാകയേന്തിയ ഈ ആയുധവാഹിനി കപ്പൽ ഓഗസ്റ്റ് 17-നാണ് സൊമാലിയൻ തീരത്ത് വെച്ച് റാഞ്ചപ്പെട്ടത്. മെഗാദിഷുവിലെ തുർക്കി സൈനിക കേന്ദ്രത്തിലേക്ക് ആയുധങ്ങളും ആശയവിനിമയ ഉപകരണങ്ങളും എത്തിക്കാനായി പോയതായിരുന്നു കപ്പൽ. ഇതിലുണ്ടായിരുന്ന 10 ജീവനക്കാരിൽ 6 പേർ ഇന്ത്യക്കാരാണ്. കപ്പൽ നിലവിൽ നുഗാൽ തീരത്തേക്ക് മാറ്റിയതായാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ നാവിക് അസോസിയേഷനുകളും കേന്ദ്ര സർക്കാരും വിദേശ രാജ്യങ്ങളിലെ ഏജൻസികളുമായി ബന്ധപ്പെട്ട് ബന്ദികളെ മോചിപ്പിക്കാനുള്ള അടിയന്തര നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.